എല്ലാവർക്കും പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞാലേ ഇവൾക്ക് ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, ആ നാണമില്ലാത്തവരെ എന്ത് കേട്ടാലും ചിരിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മൂന്നേരും കൂടെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം അനാമികയ്ക്ക് ജലജ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഇവരവിടേക്ക് വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആ വല്യമ്മ വന്നെന്നാ തോന്നുന്നതെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേ നോക്കുമ്പോഴത്തേക്ക് അവർ മൂന്നുപേരും കൂടെയാണ് വരുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവിടെ കൂടെ പോയായിരുന്നോ നടക്കാൻ, എവിടെ കൂടെയാണോ പോയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വരുമ്പോൾ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടത്തിക്ക്, എവിടെ കൂടെയാണോ നടക്കാൻ പോയെന്നിങ്ങനെ പറയാണ് കേട്ടോ. ആ സമയത്തേക്ക് നവ്യയും അവിടേക്ക് വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അമ്മ ഗ്രൗണ്ടിലും എവിടെ റോഡിലാണ് നടന്നത് എന്ന് പറയുകയാണ്. അല്ല, നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പോയത് എന്ന് വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയാണ്, അങ്ങനെ ഒരുമിച്ച് പോയാൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ നവ്യയും പറയുകയാണ്. ദേവേനി പറയാണ്, എനിക്കിഷ്ടമില്ലാത്ത മരുമകളോടെ ഞാൻ എന്തായാലും നടക്കാനൊന്നും പോവില്ല, എവളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവേയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ പോയത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ പുറകെ തന്നെ പോയേനെ, ഇനി അങ്ങനെ പോകാൻ തന്നെ ഉദ്ദേശിച്ചു എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട്. നാളെ മുതൽ അമ്മ പോകുന്ന കാണുന്നതാണെങ്കിൽ അമ്മയുടെ പുറകെ ഞാനും പോവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, ആ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കുടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, എനിക്ക് അപ്പച്ചിയുടെ ചായയൊന്നും വേണ്ട, നിങ്ങളിടുന്ന ചായയെന്ന് വിശ്വസിച്ച് കുടിക്കാൻ പോലും പറ്റില്ല, ചായ ഇടുന്നുണ്ടെങ്കിൽ അമ്മ ഇടുന്ന ചായ ആണെങ്കിൽ ഞാൻ കുടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പുറകെ ആദർശം പോവുകയാണ്. ഈ സമയം ജലജ ദേവേനയോട് പറയുന്നുണ്ട്, ഏട്ടത്തി കേട്ടോ പറഞ്ഞത്, ഏട്ടത്തി അവിടെ ഒരു ജോലിക്കാരിയായി മാറ്റി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം നവ്യ പറയുന്നുണ്ട്, കൂടുതലായിട്ട് തിളപ്പിച്ച് എന്നാലേ വീട്ടിൽ വഴക്കുണ്ടാകും, തിളപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക പറയാണ്, അപ്പച്ചി പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്, അപ്പച്ചി പറഞ്ഞത് തന്നെ ശരിയെന്നുള്ളത്, നിൻ്റെ അപ്പച്ചിയെ നിനക്കറിയില്ല, അവർ പറഞ്ഞു കൊടുത്തും എല്ലാം ഇതായി ഒരു മോൻ്റെ ജീവിതം തുലച്ചു, അടുത്ത നീയും ആ പിറകെ തന്നെ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞിട്ട് നവ്യ എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ, കാപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ജലജയെ അനാമികയുണ്ട് ഇങ്ങനെ പറയാണ്. ജലജ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഏട്ടത്തി അവൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു, എന്നെ കണ്ടതും ഒരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും നമ്മളറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമികയും പറയുന്നുണ്ട്, എനിക്കും ചെറിയൊരു സംശയം ഇല്ലാതെയൊന്നും ഇല്ല എന്ന് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പറയുകയാണ്. അനാമികയുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ബാഗായിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതി കണ്ടോണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമായിട്ടാണോ വന്നതെന്നൊക്കെ. അവിടെ എന്നും പ്രശ്നമല്ലേ, പിന്നീട് അത് എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും വേണു വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുകയാണ്, ദേവേനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ നടക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആദ്യം വല്യമ്മയാണ് പോയത്, പിന്നീട് അതിൻ്റെ പിറകെ അവിടെ പോയി, പിന്നെ ആദർശേട്ടൻ പോയി അവർ രണ്ടുപേരും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അവർ നമ്മളറിയാതെ അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേണു പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് നമുക്ക് മോള് പറയുന്നതിലും കാര്യമുണ്ട്, അത് നമുക്കിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വീട്ടിൽ 2 പണിക്കാരെങ്കിലും ജോലിക്കാരെങ്കിലും വേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ദേവയാനല്ലേ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഒരു ജോലിക്കാരി വന്ന് പുറം പണിയൊക്കെ ചെയ്തിട്ട് പോകുന്നത്, ഇതിൻ്റെ ആവശ്യം എന്തോന്നാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വല്യമ്മയാണ് ചെയ്യുന്നത്, പിന്നെ പ്രത്യേകിച്ച് അവളുടെ കാര്യം എന്ന് പറയാം, അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്, അവളുടെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും വല്യമ്മ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, മോളെ സപ്പോർട്ട് ചെയ്യുന്നത് മോളെ ഒരു പിടിവള്ളിയാണ് ദേവയാനി, അത് ഒരിക്കലും മോളെ പിടിവിട്ട് കളയില്ലെന്നൊക്കെ രേവതി ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ എപ്പോഴും അനിയുമായിട്ട് ഇങ്ങനെ വഴക്കും കൂടിയിട്ട് എങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും നേരെ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും അനാമിക പറയുന്നുണ്ട്, നന്ദുവിന് ചിക്കൻ പോക്സ് വന്നപ്പോൾ ബാക്കിയുള്ളവരെക്കാട്ടി വിഷമമായിരുന്നു അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെയാണോ ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ വീതം കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ചുകൊണ്ട് വേറെ നല്ലൊരുത്തനെ കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറഞ്ഞിട്ട് അനാമിക അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ.
അടുത്തായിട്ട് ദേവയാനി നയനയ്ക്കും ആദർശിനും ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ദേവേനെ ആലോചിക്കുന്നുണ്ട്, ഇനി എനിക്ക് മോളുടെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ കറികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്തേക്കും നയനയും ആദർശം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുഡ് നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, മുഴുവനും കഴിക്കണം, കളയൊന്നും ചെയ്യല്ലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കളയൊന്നുമില്ലമ്മേ, ഫുള്ളും കഴിക്കും, ഞാൻ കളഞ്ഞാലും അവിടെ ഒട്ടും കളയില്ല, അമ്മ അത്രയ്ക്ക് രുചിയായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് നയന പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നത്, ഞാൻ അത്ര രുചിയായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവേനെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയണം, അമ്മ അങ്ങനെ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ അതിന് രുചിയും കൂടും എന്നൊക്കെ ഇങ്ങനെ പറയും. ആര് പറഞ്ഞു ഞാൻ സ്നേഹത്തോടെയാണ് ഉണ്ടാക്കുന്നതെന്ന്, എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല ഇവള് പറയാറുണ്ട് അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും ഒക്കെ ഇപ്പം നല്ല രുചിയാണെന്ന് ഇങ്ങനെ പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് ഇവളുടെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ഇവളുടെ അടുത്ത് ഇഷ്ടം വരാൻ വേണ്ടിയിട്ട് എവളാണോ എനിക്ക് കറിയുടെ പകുത്ത് തന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ദേവയാനി പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, ഓക്കെ ഡൺ എന്നൊക്കെ ഉള്ള രീതിയിൽ കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുക. അടുത്തായിട്ട് ഓഫീസാണ് കേട്ടോ കാണിക്കുന്നത്. ആദർശിൻ്റെ ക്യാബിനിലേക്ക് നയന വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അപ്പോഴത്തേക്ക് നീ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ വിളിച്ചായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നിൻ്റെ അമ്മയാണോ അതോ എൻ്റെ അമ്മയാണോ വിളിച്ചത്? ആദർശിൻ്റെ അമ്മ വിളിക്കാറില്ലല്ലോ, എൻ്റെ അമ്മയാണ് വിളിച്ചത്, അമ്മ ഒരു പർച്ചേസിങ്ങിന് പോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിനക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. പർച്ചേസിങ്ങിന് പോകുമ്പോൾ എന്തായാലും പണമൊക്കെ ആവശ്യമായിട്ട് വരില്ലേ, അതുകൊണ്ട് നിനക്ക് പണമൊക്കെ തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, അതൊന്നും വേണ്ട എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പൈസ എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, ഇത് നിൻ്റെ സാലറിയാണ്, നീ വന്നിട്ട് 1 മാസമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സാലറിയുടെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പറയും, ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബാക്കി എല്ലാവരെക്കാട്ടി നിനക്ക് സാലറി വാങ്ങിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. പറയണ, ആദ്യത്തെ സാലറി അല്ലേ, ഇത് ആദർശിൻ്റെ കയ്യിൽ തന്നെയാണ് തരേണ്ടതെന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയണ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നീ കഷ്ടപ്പെട്ട പൈസയല്ലേ, അത് നിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ട്, എങ്കിൽ നേരത്തെ പൊയ്ക്കോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നയന അങ്ങനെ ഓട്ടോയിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് വഴിയരികിൽ. അപ്പോൾ നയന വന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടമ്മയെന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, മോള് പറയണ്ട, എനിക്കറിയാം ഇന്ന് സാലറി കിട്ടിയ ദിവസമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അത് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മോൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സാലറി അല്ലേ, അപ്പോൾ അന്ന് ജയേട്ടനും ആദർശം എന്നോട് പറയാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാം, ആദർശേട്ടനും എന്നോട് പറഞ്ഞില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആ സസ്പെൻസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. എൻ്റെ ആദ്യത്തെ സാലറി ആദർശേട്ടനാണ് കൊടുക്കേണ്ടത്, ആദർശേട്ടനാണല്ലോ സാലറി തന്നത്, പിന്നെ ഞാൻ കൊടുത്തപ്പോഴും വാങ്ങിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മ എൻ്റെ സാലറി വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, മോൻ വാങ്ങിച്ചില്ല, ഇനി അമ്മായിയമ്മ ആ സാലറി വാങ്ങിക്കണോ? എനിക്ക് വേണ്ട, അത് മോളൊക്കെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ മോളെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെന്തായാലും അവർ വാങ്ങിക്കില്ല, കാര്യം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവിടെ അച്ഛനും അമ്മയാണ് നല്ല ഇതായിട്ട് നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോവാമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് പർച്ചേസിങ്ങിനല്ലേ പോകണ്ടേ എന്ന് പറയുന്നത്, പർച്ചേസിങ്ങില്ല, അതിന് മുമ്പായിട്ട് എന്തായാലും നമുക്ക് അവിടെ ഒരു അമ്പലമുണ്ട്, അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ നമുക്കൊന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മോളെ വീട്ടിൽ പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് മോളുടെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും നയനയുടെ കാറിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന കാറിയിരുന്ന് തന്നെ ദേവയാനോട് പറയുന്നുണ്ട്, എനിക്ക് സാലറിയൊന്നും വേണ്ടായിരുന്നു അമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയണം, മോൾ ഒരിക്കലും ഫ്രീ ആയിട്ടൊന്നും അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇളയച്ഛനും അച്ഛനും അതുപോലെ തന്നെ ആദർശം എല്ലാവരും അവിടെ സാലറി വാങ്ങുന്നുണ്ട്, പിന്നെ ലാഭവിഹിതം മൂർത്തി ട്രസ്റ്റിനാണ് പോകുന്നത്, അതുകൊണ്ട് മോൾ സാലറി വാങ്ങിക്കാതിരിക്കേണ്ട ഒരു ആവശ്യവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. ശേഷം അവർ വന്ന് ഒരു അമ്പലത്തിൽ ഇറങ്ങുന്നുണ്ട്, ഒരു ചെറിയൊരു കാവാണ് കേട്ടോ അത്.
അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മ ഈ കാവിലേക്കാണോ എന്നെയും കൂട്ടി വന്നതെന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ ചേട്ടനും മോൾക്ക് ഇവിടെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാനും അമ്മയും മാസം തോറും ഇവിടെ മാസപൂജയ്ക്കൊക്കെ വരുമായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പൂജയൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. ഒരു പ്രായശ്ചിത്ത പൂജയൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അത് ഏറ്റു പറഞ്ഞ് പൂജ ചെയ്താൽ ദേവി ക്ഷമിക്കുമെന്നാണ് അതിൻ്റെ ഇതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മോൾക്ക് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നയനയും കൂട്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എനിക്കും ഈ പൂജ ചെയ്യണം എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അതിന് അമ്മ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു, അതിന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ മോളെയും കൂട്ടി വന്നത്. ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, പൂജയ്ക്കുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനെ പറയുന്നുണ്ട്, അതിന് അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലല്ലോ എന്നിങ്ങനെ പറയുന്നത്. ഞാൻ ചെയ്തു എൻ്റെ മരുമോളോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അമ്മ, ഇനി അതൊക്കെ എന്തിനാ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് വലിയ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തിട്ട് അവർക്ക് അത് നല്ല വിഷമമായിട്ട് പിന്നെ നമ്മൾ ചെന്നൊരു സോറി പറഞ്ഞത് കൊണ്ട് അർത്ഥമാവോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. എങ്കിൽ പിന്നെ ഇത് ചെയ്താൽ ശരിയാവുമോ അമ്മ എന്നൊക്കെ അതിനെയും ചോദിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിനൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവൾ വരുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ പോറ്റിയാണെങ്കിൽ ഒരു തട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മനസ്സിൽ സങ്കല്പിച്ച് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. രണ്ടുപേരും പ്രാർത്ഥിച്ചോളാനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മരുമകളുടെ അടുത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനയും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് ഇത്രയും ഇതേപോലെ തന്നെ എനിക്ക് നല്ല സ്നേഹമായിട്ട് പോകാനും അമ്മയ്ക്കൊരു ആയുസ്സിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നയന. ശേഷം പോറ്റി ഒരു തട്ട് ആരതി തട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മോളെ ഒന്ന് ആരതി ഒഴിഞ്ഞോളാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി നയനെ ഇങ്ങനെ ആരതി ഒഴിയുന്നുണ്ട്. ആ സമയത്തേക്ക് തന്നെയാണ് അവിടേക്ക് കനക ഒരു ഓട്ടോയിൽ വരുന്നത് കേട്ടോ. അവിടെ തൊഴാനായിട്ട് വന്നതാണ് സ്വാഭാവികമായിട്ടും. അപ്പോഴത്തേക്കും ഈ കാഴ്ച കാണുകയാണ് കേട്ടോ. അപ്പോൾ കനക ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക് യു for watching.